ഈ ഇന്നെൻ്റെ വണ്ടി നല്ല കിട്ടിലം പോലെ ഓട്ടിക്കണം. എന്തായാലും കുഴപ്പമില്ല, വണ്ടി നല്ല കിട്ടിലം പോലെ ഓടിക്കും ഞാൻ. ഇതെന്ത് സ്പീഡ്, കുറച്ചുകൂടെ സ്പീഡ്. ഓ യോ എൻ്റെ അള്ളിയ, അയ്യോടാ വീണടാ, ഓടിയോടാ എൻ്റെ അളിയ. അപ്പോൾ എൻ്റെ വണ്ടി ഒന്ന് ചെറുങ്ങനെ വീണ് ആക്സിഡൻ്റ് ആയായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും എൻ്റെ വണ്ടിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് കാർ ഷോറൂമിൽ പോയിട്ട് നല്ലൊരു വണ്ടി കൂടെ നമുക്ക് വാങ്ങണം. ഓക്കെ, അപ്പം എന്തായാലും ഇനി നമ്മൾ ഈ ഒരു വണ്ടി ബെന്നിയണ്ണൻ്റെ കൈ കൊടുക്കുക, എന്നിട്ട് നമുക്ക് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങുക. അപ്പോൾ ബെന്നിയണ്ണൻ്റെ ഷോപ്പ് ഈ ഒരു സൈഡിലേക്ക് പോയിട്ട് ആ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ബെന്നിയണ്ണൻ്റെ ഷോപ്പ് എത്തും. അപ്പം എന്തായാലും എവിടേക്കോ എന്തൊക്കെയോ നമ്മൾ ഈ ബെന്നിയണ്ണൻ്റെ ഷോപ്പ് കുറച്ച് ദൂരെയായിട്ട് നമുക്ക് ട്രെയിനിൽ പോകേണ്ടി വരും. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു മഹേന്ദ്ര താർ നമുക്ക് ബെന്നിയണ്ണൻ്റെ വീട്ടിൽ വയ്ക്കാം. ഇതാണ് ബെന്നിയണ്ണൻ്റെ വീട്. അപ്പം എന്തായാലും നമുക്കിനി ഇറങ്ങാം. ഇനി നമുക്ക് ഇറങ്ങിയിട്ട് ഫുള്ള് പണി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ആ ചേട്ടനോട് ലിഫ്റ്റ് ചോദിച്ചിട്ട് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് നമുക്ക് നേരെ ബെന്നിയണ്ണൻ്റെ ഷോപ്പ് ആ സ്ഥലത്തായിട്ട് പോകണം. ബെന്നിയണ്ണൻ്റെ ഷോപ്പ് അടുത്ത് തന്നെയാണ്. അപ്പം എന്തായാലും ഏട്ടനോട് ഒരു ലിഫ്റ്റ് തരുമോ നമുക്ക് ചോദിക്കാം. ഏട്ടാ ലിഫ്റ്റാട്ടാ. ഓക്കെടാ, കയറിക്കോന്നേ, എനിക്ക് നിങ്ങളുടെ കാറ് വേണം, അതിനാണ് ഞാൻ ലിഫ്റ്റ് എന്ന് ചോദിക്കുന്നത്. അപ്പം ഇനി നമുക്ക് എന്തായാലും മെല്ലെ വളച്ചിട്ട് നേരെ നമുക്ക് നമ്മുടെ ബെന്നിയണ്ണൻ്റെ കയ്യിലോട്ട് പോവാം. ബെന്നിയണ്ണൻ്റെ ഷോപ്പ് ഇവിടെ ട്രെയിനിൽ പോകേണ്ടി വരും. ബെന്നിയണ്ണൻ്റെ ഷോപ്പ് ഞാൻ വീണപാടും ഇറങ്ങിയിട്ട് ഷോപ്പിൽ ഇതൊക്കെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ ഇവിടെ എത്തി. ബെന്നിയണ്ണൻ്റെ ഷോപ്പ് കുറച്ചുകൂടി ദൂരെയാണ്. അപ്പം ബെന്നിയണ്ണ ഒരു സ്ഥലത്ത് പോയിട്ടാണ് ഉള്ളത്. ഒരു ഇന്നോഗ്രേഷനാണ് പോയത് ബെന്നിയണ്ണ. അപ്പം തന്നെ നമ്മുടെ കാർക്ക് പണിയായതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ബെന്നിയണ്ണൻ്റെ ഷോപ്പിലോട്ട് പോകട്ടെ. അപ്പം എന്തായാലും നമുക്ക് നേരെ ബെന്നിയണ്ണൻ്റെ ഷോപ്പിലോട്ട് പോകട്ടോ. അപ്പം ഇത് കാർ കയറിയിട്ടാണ് നമ്മൾ ബെന്നിയണ്ണൻ്റെ ഷോപ്പിലും കാര്യങ്ങളൊക്കെ തന്നെ പോകേണ്ടത്. ഓക്കെ, അപ്പം എന്തായാലും നേരെ തന്നെ പോട്ടോ ട്രെയിനിൽ. അപ്പോൾ ഇനി ബെന്നിയണ്ണൻ്റെ ഷോപ്പിൽ പോയിട്ട് എന്തൊക്കെ നടന്നു, എന്തൊക്കെയായി അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും സീറ്റില്ലാത്തതുകൊണ്ട് ഡ്രൈവർ പറഞ്ഞത് മുമ്പ് കയറിക്കുമെന്നാണ്. അപ്പം എന്തായാലും നമ്മൾ മെല്ലെ പോവാം കേട്ടോ ട്രെയിൻ ജേണി. അപ്പം എന്തായാലും ബെന്നിയണ്ണൻ്റെ ഷോപ്പിൽ പോയിട്ട് എന്തായി, എന്തൊക്കെ പറ്റിയെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക.